നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ പലർക്കും അത് വർക്കൗട്ട് ചെയ്യാതായിട്ടും വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആവാത്തത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ പല കൺട്രികളിലും പല ആളുകളും മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവരുടേതായ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട് അല്ലേ? ഇത് നമ്മുടെ പൂർവികർ നമുക്ക് പണ്ട് മുതലേ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് അല്ലേ? അതെന്താണെന്നല്ലേ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കരങ്ങൾ നോക്കി എഴുന്നേൽക്കണം അല്ലേ? നമ്മുടെ കൈകൾ നോക്കി എഴുന്നേൽക്കണം എന്നാണ് നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ? അതായത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കൈകൾ നോക്കി നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. അത് നിങ്ങളുടെ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇത് മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അല്ലേ? നമ്മുടെ ഐശ്വര്യത്തിനും നമ്മുടെ ഹെൽത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നമ്മുടെ പൂർവികർക്ക് വളരെ പണ്ട് മുതലേ അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, അനു ഹിയർ. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. സോ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരാളുടെ വിശ്വാസം, ഒരാളുടെ വികാരങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, വിചാരങ്ങൾ, ഇതൊക്കെ അലൈൻ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് മാനിഫെസ്റ്റേഷൻ അല്ലേ? സോ എളുപ്പത്തിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാജിക് ഒന്നുമല്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം സാധ്യമാകുന്നു അല്ലേ? അതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളുടെ വിചാരങ്ങൾ ഇവയെല്ലാം അലൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലേ? അതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഞാനും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്കാവാതിരിക്കാൻ 5 കാരണങ്ങളാണ് മെയിൻലി പറയുന്നത്. അതേതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിൽ മാനിഫെസ്റ്റേഷൻ വർക്കാവാതിരിക്കാനുള്ള ആദ്യത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തു പറയുമ്പോഴും നിങ്ങളെ തന്നെ ഒരു ഡബിൾ ചിന്തയിലാണ് നിങ്ങൾ പറയുന്നത്. സോ അത് നടക്കുമോ ഇല്ലയോ എന്ന ഡൗട്ട് ഉള്ളത് കാരണമാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി വേണം, ആ ജോലി വേണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പ്രവർത്തിക്കണം അല്ലേ? നിങ്ങൾ അതിന് വേണ്ട റെസ്യൂമേ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു CV ആ കമ്പനിയിലേക്ക് അയക്കുക. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായാലേ അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കാര്യം ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ഷമയില്ല എന്നതാണ്. പേഷ്യൻസ് ഇല്ല എന്നതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പലർക്കും നടക്കാതെ വരുന്നത്. പലരും ആദ്യത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്യും, രണ്ടാമത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്യും, മൂന്നാമത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്യും, നാലാമത്തെ ദിവസം ആകുമ്പോൾ പറയാൻ തുടങ്ങും, അയ്യോ ഞാൻ 2-3 ദിവസമായി മാനിഫെസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നത്. മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാലേ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയും. അതായത് നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാണ്, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഒരു യൂസ്ലെസ് ആണ്, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ നെഗറ്റീവായ തോട്ട് ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ അഫർമേഷൻ മാനിഫെസ്റ്റ് ആവില്ല. നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാൻ യൂസ്ലെസ് ആണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മാറ്റുക. അതിന് പകരം എന്നെ കൊണ്ടെല്ലാം സാധിക്കും എന്നുള്ള ഒരു ചിന്ത, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ എന്നാണ്. പിന്നെ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് നല്ല ജീവിതമാണ്, എൻ്റെത് മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ള കമ്പാരിസൺ. പിന്നെ ഒരുതരം ഭയം, അതായത് അയ്യോ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ തന്നെ മാനിഫെസ്റ്റേഷനും വർക്ക് ചെയ്യില്ല.
അപ്പോൾ ഫിയർ ആൻഡ് കമ്പാരിസൺ, മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എന്തുകൊണ്ട് അത് എനിക്കും അങ്ങനത്തെ ഒരു ലൈഫ് എനിക്കും കിട്ടുന്നില്ല എന്നുള്ള ചിന്ത ഒഴിവാക്കുക. അപ്പോൾ ഇനി നമുക്ക് ശരിയായി മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ നല്ല ബോധം ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലി ഏത് കമ്പനിയിലാണെന്നും എന്ത് പൊസിഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഫീൽ ഇറ്റ്. അതായത് നിങ്ങൾക്കൊരു ക്ലിയർ ഗോൾ ഉണ്ട്. ഓക്കെ, നൗ നിങ്ങളത് ഫീൽ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ ഇന്ന കമ്പനിയിൽ നിങ്ങൾക്ക് ആ ജോലി, നിങ്ങളുടെ ഇഷ്ടമുള്ള ജോലി കിട്ടി എന്നുള്ള ഫീല് വരുത്തുക എന്നുള്ളതാണ്. അതായത് പ്രസൻറ്റിൽ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ എനിക്ക് ആ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാതെ എനിക്ക് ആ ജോലി കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ, സോ അടുത്തത് വരുന്നത് ആക്ഷനാണ് കേട്ടോ. ആക്ഷൻ ഇല്ലാതെ ഒരു കാര്യവും പ്രാവർത്തികമല്ലല്ലോ, അല്ലേ? നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ ആഗ്രഹിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലിയർ ഗോൾ നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ അതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കിട്ടി എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിലേക്ക് ഒരു റെസ്യൂം അയച്ചേ മതിയാവുള്ളൂ, അല്ലേ? നിങ്ങൾ റെസ്യൂം അയക്കാതെ നിങ്ങൾക്ക് ജോലി കിട്ടില്ലല്ലോ. അതായത് നിങ്ങൾ CV അയക്കണം, നിങ്ങളുടെ പറ്റിയിട്ടുള്ള ബയോഡാറ്റ ആ കമ്പനിക്ക് അയച്ചാൽ മാത്രമേ അവിടുന്ന് നിങ്ങൾക്കൊരു കോൾ വരുള്ളൂ, അല്ലേ? സോ അതാണ് ആക്ഷൻ. നിങ്ങൾ ആ കമ്പനിയിലേക്ക് ഒരു CV അയക്കുക, അതിന് ആ കമ്പനിയിൽ ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, കൂടാതെ തന്നെ നിങ്ങൾ ആ ജോലി കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ അത് റിപ്പീറ്റഡ്ലി നിങ്ങളിങ്ങനെ യൂണിവേഴ്സിനോട് രാവിലെ എഴുന്നേച്ചാലും രാത്രി കിടക്കാൻ നേരത്തൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ്ലി ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ജോലി എനിക്ക് കിട്ടിയതിൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുകയും ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് അനദർ, അടുത്ത പോയിൻ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഉറച്ച വിശ്വാസത്തിലിരിക്കുക. ഓക്കെ, സോ അതാണ് ആക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കാം, വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. സോ തിങ്സ് വിൽ ഹാപ്പൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, അതായത് അത് അമിതമായിട്ട് ടെൻഷനും വേണ്ട, പക്ഷെ വിശ്വാസം വെക്കുക. അതായത് ഇത് നടന്നില്ലല്ലോ അത് നടന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട, പക്ഷേ ബിലീഫ് അത് നിർബന്ധമായും വേണം. കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നടക്കും എന്നുള്ള വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക, നന്ദി പറയുക. നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയുക, താങ്ക്സ് ടു ദ യൂണിവേഴ്സ്. ഓക്കെ, അത് നിർബന്ധമായിട്ടും ചെയ്യാം. എവ്രി ടൈം നിങ്ങൾ ഈ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ചാൻറ്റ് ചെയ്ത് നോക്കൂ, അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. മാനിഫെസ്റ്റേഷൻ എന്നത് നിങ്ങളെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, സോ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും, അല്ലേ? അപ്പോൾ ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോവുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.